ചേട്ടാ ഈ ശബരി ഫാക്ടറിക്ക് എങ്ങനെയാ പോകുന്നത്? ശബരി ഫാക്ടറി ഇല്ല. പൂട്ടി കിടക്കുന്ന ഫാക്ടറി അല്ലേ? 2016 പൂട്ടിയൊരു ഫാക്ടറിയാണ്. അതല്ല അല്ല അല്ല വെള്ള പെയിന്റ്. എന്നാ പിന്നെ ഒരു ഫാക്ടറിയില് പോലീസ് സ്റ്റേഷന്റെ പിറകിൽ ഒരു ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറി ആയിപ്പോയോ? അറിയില്ല. പച്ച കളർ അടിച്ച ഫാക്ടറി ആണെങ്കിൽ എറണാകുളത്ത് ഒരു ഫാക്ടറി ഉണ്ട്. പച്ച കളർ, അടിപൊളി കളർ. ഇവിടെയുള്ള ഫാക്ടറിയോട് വേണ്ടത്. ഇവിടെയുള്ള ഫാക്ടറി വേണമെന്ന് നിൽക്കുന്ന അത്ര നിർബന്ധം. നീ കളിക്കാതെ. എടോ, എനിക്ക് ഇവിടെ ഒരു ഫാക്ടറി അറിയാം. ആ ഫാക്ടറിയിലേക്ക് വരുന്ന എങ്ങനെയാണെങ്കിലും അവിടേക്ക് എങ്ങനെ പോകും? അങ്ങോട്ടേക്ക് എങ്ങനെ പോകുന്നത്? അങ്ങോട്ട് കൊണ്ടുപോകുന്ന കൊണ്ടുപോകും. എന്താ എന്താ നിനക്ക് ഓർമ്മ കോളേജിൽ പഠിക്കുമ്പോഴേ എന്റെ റെക്കോർഡ്സ് എനിക്ക് എഴുതി തന്ന അവള് പറഞ്ഞടാ. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതെനിക്ക് ഓർമ്മ. പക്ഷെ ഇത് റിസ്ക് എടുത്ത് എന്നെ കാണാൻ അവള് വന്നു, അതും മറന്നു. ബസ്സില്ലേ ഞങ്ങള് കറങ്ങിയത്. പോട്ടെ, എന്റെ ബർത്ത്ഡേക്ക് അവള് ഗിഫ്റ്റ് വാങ്ങി തന്നു. അതെ, സീനാക്കരുത്. എന്നെ അറിയണ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉള്ളത് കേട്ടോ. പിന്നെ അവളോട് ഞാൻ സംസാരിച്ചോളാം. നീ ഈ കൊല്ലത്തിൽ അവളോട് മിണ്ടണ്ട. ഒരു സംശയം ചോദിക്കട്ടെ, നീ എപ്പോഴും വിളിക്കാറുണ്ടോ? അവനെ വിളിക്കണ്ടേ? നിന്നെ ഒറ്റ സംശയത്തോട് ചോദിച്ചാണ്ടാ. ഒറ്റ കുത്തിച്ചെന്നല്ലോ. എടാ, നിന്റെ മുമ്പ് ഞാൻ അവളെ ഫോൺ ചെയ്യാറ്. പിന്നെ കാര്യം സംസാരിക്കണം ഞാൻ അല്ലാതെ. ആരുടെ മുമ്പ് വെച്ചാണെങ്കിലും അവിടുത്തെ അവളാണല്ല. എനിക്ക് അറിയാടാ. നിങ്ങ വന്നേ, ആ മുണ്ടൊക്കെ അയച്ചിട്ട് വാ. അഴിച്ചിടൂടാ നിന്റെ ഒക്കെ മുഖം മൂടി. തുള്ളിച്ചാടല്ല. പ്രിയ 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 ഇപ്പൊ ഞാനിപ്പോ വരാം. നീ മുണ്ടടിച്ചിട്ട് ആത്മട്ടുണ്ടാവില്ല. അത് മാത്രമുള്ളൂ ബാക്കി. ബാക്കിയെല്ലാം കൊണ്ടുപോയി. എന്താ ചേട്ടാ? പ്രിയ, ഇവൻ രാവിലെ മുതൽ കളി ഷാപ്പിലാണ്. ഞാൻ ചെന്നിട്ടാണ് വിളിച്ചുകൊണ്ട് വന്നത്. താൻ പോയെന്ന് പറഞ്ഞ ആകെ സങ്കടത്തിലാണ്. എന്റെ പൊന്നു ചേട്ടാ, ഇവന്റെ വല്ല കാര്യം പറയാനാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഇത്രയും ഉത്തരവാദിത്വ ബോധമില്ലാത്ത മനുഷ്യനെ ഞാൻ ജന്മത്തെ കണ്ടിട്ടില്ല. മോളെ, ഇവനോട് ജോലി ശരിയായിട്ടുണ്ട്. ഇനി പോയിട്ട് വേണ്ടേ? അടുത്ത ആഴ്ച ജോയിൻ ചെയ്യും. അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരും. പിന്നെ മോള് ഇവന് കുറച്ച് സമയം കൂടി കൊടുക്കണം. കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഇവനെ പ്രേമിക്കാൻ തുടങ്ങിയിട്ട് 6 വർഷമായി. ഇന്നേവരെ അവൻ ഒരു പണിക്ക് പോയിട്ട് എനിക്കറിയില്ല. 2 വർഷമായിട്ട് എനിക്ക് വീട്ടിൽ പ്രപ്പോസൽസ് വന്നോണ്ടിരിക്കുക. ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ അത് ഒഴിവാക്കുന്ന എനിക്ക് മാത്രമേ അറിയുള്ളൂ. മോളുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും കുറച്ച് സമയം കൂടി കൊടുക്കണം. അല്ലടാ, കുറച്ച് സമയം കൂടി കൊടുക്കണം. കുറച്ച് സമയം? 5 വർഷമാണോ കുറച്ച് സമയം? 5 വർഷമോ? ആ, ഇവൻ എൻ്റെ അടുത്ത് 5 വർഷമാ ചോദിച്ചത്. എന്റെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് പറഞ്ഞപ്പോ അവൻ എൻ്റെ അടുത്ത് പറയാ ഒരു 5 വർഷം കൂടെ വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് വയ്യ വിനോദേട്ടാ. ജെറിയുടെ പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അതന്നെ. വീട്ടിലാണെങ്കിൽ അച്ഛനത് എങ്ങനെയും നടത്തിയാൽ മതി എന്നുള്ള രീതിയിൽ വാശി പിടിച്ചോണ്ടിരിക്കുക. ഞാൻ എന്താ ചെയ്യണ്ടേ ഇപ്പൊ? ചേട്ടൻ പറ. എന്തേലും പറടാ. ¡Vamos!
സുഖമല്ലേ? വെറുതെ എന്റെ ചായയുടെ പൈസ കൂടെ കൊടുത്തേ. കൊടുത്തേക്കാം. ആ ശരി എന്നാ. ഹായ്. എന്താ ഇവിടെ? നത്തിങ്. ഹായ്. അവിടെ തന്നെ കുറെ നേരമായിട്ട് പരിപാടിയാ. ബൈക്കിന് ചുറ്റും കിടന്ന് കറങ്ങുവാണല്ലോ നീ. ഒന്നുമില്ല ചുണ്ടോട്ടാ. ചുണ്ടുകേട്ടനോ? നിനക്കെന്നെ അറിയാവോ? ചേട്ടൻ അറിയാത്തവരാരില്ലേ നാട്ടില്? ചേട്ടൻ ഫേമസ് അല്ലേ? എങ്ങനെ? ചേട്ടൻ മുമ്പ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഓക്സിജൻ സിലിണ്ടർ കട്ടിട്ട് പത്രത്തിൽ വന്നാലും ഞാൻ അതൊന്നും ഇപ്പൊ ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്ത് വേറെ പരിപാടിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ചാരിറ്റി അല്ലേ? നീ ഏതാ? എന്നെ അറിയില്ലേ? സുധാരേട്ടന്റെ മകൻ. ഏത് സുധാകരൻ? നമ്മുടെ മേരിയുടെ. നമ്മുടെ മേരി? നമ്മുടെ മേരിയല്ല, ചേട്ടന്റെ മേരിയുടെ വീട്ടിന്റെ ഇടക്ക്. ഇങ്ങൊന്നേ പറയട്ടെ. വരാവേ? ഞാൻ വരാം. കേക്കിയല്ലേ? ഇവിടെ നിന്ന് എന്നെ പരിങ്ങേ. എനിക്കൊരു ഇച്ചിരി ചാരിറ്റിയും പരിപാടികളൊക്കെ ഉണ്ടേ. അപ്പൊ എന്നാലും ആവശ്യം വേണമെങ്കിൽ പറഞ്ഞു, വരും കണ്ട് സഹായിക്കാം. ചേട്ടാ, എന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും സ്കൂള് മുതൽ കാമുകിമാരുണ്ട്. എനക്ക് മാത്രമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അവൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ചാന്ദിനി. ഞാനും അവളും തമ്മിൽ അഗാധമായ പ്രണയമായി. പറഞ്ഞോ? ഞാൻ ഈ കവിത എഴുതുവേ. അപ്പൊ എന്റെ കവിത കേട്ടിട്ട് അവൾ എന്റെ ഫാനായി. അങ്ങനെ ഇത് സെറ്റായതേ. ഞാനൊരു കവിത വല്ലട്ടെ? കവിത വേണ്ട, നീ നിന്റെ ഈ കഥ ഇങ്ങനെ പറഞ്ഞാ മതി. അങ്ങനെ ഞങ്ങള് പാർക്കിൽ പോയി, ആളൊഴിഞ്ഞ സിനിമാ തിയേറ്ററിൽ പോയി, സന്തോഷത്തോടു കൂടി ഒരു മാസം കടന്നുപോയി. അപ്പോഴാ ചേട്ടാ പ്രശ്നം തുടങ്ങിയത്. എന്നാ പറ്റിയേ? അവള് ഹോസ്റ്റൽ മാറി, പിന്നെ പുതിയ ഫ്രണ്ട്സായി, പിന്നെ എന്നോട് സംസാരിക്കുന്നെല്ലാം കുറഞ്ഞു, എന്റെ കൂടെ വരാതെയായി. ഫുൾ ടൈം അവരുടെ കൂടെ കറക്കം. പിന്നെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ എന്തൊക്കെ പറഞ്ഞു ഒഴിവാക്കും. ഞാൻ സങ്കട കവിതകൾ എഴുതാൻ തുടങ്ങി. ഞാനൊരു സങ്കട കവിത ചൊല്ലട്ടെ? വേണ്ടല്ലേ, സങ്കടം കൊണ്ട് പറഞ്ഞ. ഒടുവില് ഞാൻ ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞു എന്റെ കയ്യിൽ കാറും ഇല്ല ബൈക്കും ഇല്ല. അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കാറിലും ബൈക്കിലാ പോകുന്നത്. അപ്പോ അതുകൊണ്ട് അവക്കും കാറ് വേണമെന്നൊരാഗ്രഹം. അന്ന് മുതൽ ഞാൻ ബൈക്ക് വാങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിനക്കെന്നാ പണി? പണിയൊന്നും ആയിട്ടില്ലേട്ടാ. പിന്നെ നീ എങ്ങനെ ബൈക്ക് മേടിക്കും? പണിക്കെല്ലാം ഞാൻ ഒരുപാട് ശ്രമിച്ചേട്ടാ, ഒന്നും കിട്ടിയില്ല. ഈ മാർക്കറ്റിങ്ങിന് പോകാൻ നോക്കി, അതിന് ബൈക്ക് വേണം. സെയിൽസിന് പോകണമെങ്കിൽ ബൈക്ക് വേണം. ബൈക്ക് വിട്ടൊരു പരിപാടിയില്ല. നിനക്ക് എന്നാ പ്രായമുണ്ട്? എനക്കിപ്പോ ഒരു 28 വയസ്സായിട്ടാ. നിനക്ക് നിന്റെ അച്ഛൻ്റെ കൂടെ പണിക്ക് പോയിക്കൂടെ? ഓ, അതൊന്നും ശരിയാവില്ലേട്ടാ. എടാ, ഒരു പണിക്കും പോയാ നീ എങ്ങനെ ബൈക്ക് മേടിക്കും? ചേട്ടാ, ചേട്ടൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യൂ. എന്താ മോനെ? ഒന്നുമില്ലേട്ടാ, ചേട്ടൻ എനിക്കൊരു ബൈക്ക് അടിച്ച് മാറ്റി തരാൻ പറ്റുമോ? അടിച്ചിട്ട് കരണം പൊളിക്കും ഞാൻ. നീ ആരോടാ ഈ ചേച്ചി വർത്താനൊക്കെ പറയുന്നത്? നിനക്ക് ഞാൻ ആരാന്നറിയോ? നീ ഷൈജു ഫാൻസ് അസോസിയേഷൻ കേട്ടിട്ടുണ്ടോ? നീ ഷൈജു വെൽഫെയർ കേട്ടിട്ടുണ്ടോ? നീ ഫേസ്ബുക്കിൽ ഉണ്ടോടാ? ആരായി ഷൈജു? ഞാൻ എന്താ? ഞാനിപ്പം നീ പറഞ്ഞ സൈസ് പരിപാടികൾ ചെയ്ത് ജീവിക്കുന്നവനല്ല. എനിക്ക് പറ്റുന്ന പോലെ നല്ല കാര്യങ്ങൾ ജീവിക്കുന്ന മനുഷ്യനാ കേട്ടോ. ഇതും ഒരു നന്മയുള്ള കാര്യമില്ലേട്ടാ. ഏത് ബൈക്ക് മോട്ടിക്കുന്ന? എന്റെ ജീവിതം രക്ഷപ്പെടില്ല കേട്ടാ. ഞാൻ ആകെ തകർന്നിരിക്കേട്ടാ. എനിക്കിനി ചേട്ടൻ മാത്രമേ ഉള്ളൂ. എന്റെ പെണ്ണു പോവും, ജോലി കിട്ടുന്നില്ല, പട്ടിണിയാണ്, സത്യമായിട്ടും പട്ടിണിയാട്ടാ. ചേട്ടന്റെ ഈ തങ്കപ്പെട്ട മനസ്സിനെ പറ്റിട്ട് എന്റെ അച്ഛനപ്പവും പറയുന്നുണ്ട്. സത്യമായിട്ട് പക്ഷെ ഇതിന്റെ അവസാനത്തെ മോഷണമായിരിക്കണം. ലോക്ക് ഞാൻ തുറന്നു തരും, ബൈക്ക് എടുത്തോണ്ട് പൊക്കോണം. ശരിയേട്ടാ, അങ്ങനെ ഏട്ടാ. ഒറ്റയ്ക്ക് വലിക്കാനേ. സാർ വാസു. വാസുവേ, അവൻ പാലക്കാട് കോയമ്പത്തൂർ ഭാഗത്തുണ്ടാകാനാ സാധ്യത. ആലത്തൂര് അവിടെ അവന്റെ വീട്. അവനാ പരിസരത്ത് തന്നെ കാണും. എന്ത് വില കൊടുത്തു അവനെ പൊക്കണം. അവന്റെ പെൻഡ്രൈവ് എടുത്തിരുന്നവന് 10 ലക്ഷം രൂപ വരെ ഞാൻ കൊടുക്കും. കാർലോസ് എന്നല്ല എന്റെ പേര്. അവനെ ഞാൻ പൊക്കിയിരിക്കും.
24 മണിക്കൂറിനുള്ളിൽ അവനെ പൊക്കി സാറിന്റെ കാലിന്റെ കീഴിൽ കൊണ്ടൊന്ന് വെച്ചില്ലെങ്കിൽ ഉണ്ടല്ല, എന്റെ പേര് ഗുണ്ടാവാസു എന്നല്ല. താൻ ആദ്യം പോയി അവനെ പിടിക്കുക, എന്നിട്ട് വർത്താനം പറ. ഓ. ചെല്ലേ ചെല്ല്. കോപ്പുണ്ടാക്കാൻ നടക്കും. അല്ല സാറേ, നമ്മുടെ CI ബേബി സാർ എന്ത് പറഞ്ഞു? 24 മണിക്കൂറിലേ പിടിച്ചേക്കാവുന്നു. വാസു പറഞ്ഞു 24 മണിക്കൂറല്ലേ? ഇത് എന്താണപ്പോ അവരുടെ ഭാഗ്യ നമ്പറാണോ? സാറ് വേണേ ബേബിനെ വിളിച്ചൊരു 1/2 മണിക്കൂർ കുറയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കണോ? നീ തമാശ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പോയി വല്ലതും കഴിക്ക്. തമാശ അല്ല, കാര്യമായിട്ട് ചെല്ല് ചെല്ല്. അന്നാന്തേ കഴിച്ചിട്ടില്ല. ഇപ്പൊ ഈ 2 ബൈക്ക് ഇവിടെ ഇരിക്കുന്നുണ്ടോ? അവൻ ആ കടയിലോട്ട് വന്നാണെങ്കിൽ പെട്ടെന്ന് ചായ കുടിക്കുന്ന, ആരെങ്കിലും കുടിക്കും, സിഗരറ്റ് മേടിക്കും, പോകും, കാര്യമൊന്നുമില്ല. ബാക്കിലുള്ള വീട്ടിലോട്ട് വന്നവരവരാണെങ്കിൽ എപ്പോ വരും നമുക്ക് പറയാനും പറ്റത്തില്ല. പക്ഷെ ഈ ഓഡിറ്റോറിയത്തിൽ പരിപാടിയുള്ള സമയത്താണ് ഈ സാധനം വരുന്നതെങ്കിൽ അവരൊരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ഇന്നിപ്പോ അവിടെ പരിപാടിയൊന്നും നടക്കുന്നില്ല, കണ്ടില്ല? പരിപാടിയൊന്നും നടക്കാത്ത സ്ഥിതിക്ക് വരുന്നവൻ എങ്ങനെ പോയാലും 2ാം നില ചെന്ന് തിരിച്ചു വരുമ്പോഴേക്കും 4-5 മിനിറ്റ് കിട്ടും. അപ്പൊ ഈ ഓഡിറ്റോറിയത്തിൽ ആരും വന്നില്ലെങ്കിലോ? എടാ ഈ ചേട്ടാ, വണ്ടി നിർത്തോട്ടെ. എടുത്തോ. എടാ സന്തോഷേ, നീ ആ കൊച്ചിന്റെ ഓപ്പറേഷൻ 1000 രൂപ എന്ന സ്നേഹം കൊണ്ട് പറയുമോ? ബൈക്കൊന്നും ഇങ്ങനെ വെച്ചിട്ട് പോലെ ആക്കാൻ എടുത്തോണ്ട് പോകും കേട്ടോ. നീ ഹെൽമെറ്റ് വെച്ചോണ്ട് പോകും. ഓക്കെ, ശരി ചേട്ടാ. അപ്പം ഈ പണിക്ക് വേണ്ടത് ക്ഷമയാണ്. കുറച്ചു നേരം കാത്തിക്കേണ്ടി വരും, കേട്ടല്ലോ. നീ ആ ഷൈജു വെൽഫെയർ അസോസിയേഷന്റെ പേജ് ലൈക്ക് ചെയ്തോ? ഇല്ല. അതാദ്യം ലൈക്ക് ഇപ്പൊ തന്നെ ചെയ്യാട്ടാ. ബൈക്ക് വരുന്നുണ്ടോ? അടുത്തടുത്ത് ഇത് മതി, ഇത് മതി, ഇത് മതി, ഉറപ്പിച്ചു. കണ്ടു, ഞാൻ കണ്ടു. നീ കാറ്റിലോട്ട് നിൽക്ക്, ആവേശം കാണിക്കല്ലേ. നീ നേരത്തെ തന്നെ ഇവിടെ വന്ന് കറങ്ങിത്തിരിഞ്ഞ് നിൽക്കുമ്പോൾ നിന്റെ കള്ളലക്ഷണം കണ്ടാ മനസ്സിലാക്കിയത് നീ ഇതിന് വന്നതെന്ന്. അത്രേ ഉള്ളൂ കേട്ടോ. നീ അവരെ ഗേറ്റിനകത്തോട്ട് പോയോ നോക്കിയേ. പോയി പോയി കയറിയോ? പോയി. നിനക്ക് കാര്യറിയോ? എന്റെ റെക്കോർഡ്സ് എനിക്ക് എഴുതുന്ന അവള് പറഞ്ഞടാ. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടാ. ഓക്കെ ഗുഡ്, അതെനിക്ക് ഓർമ്മ. പക്ഷെ ഇത് റിസ്ക് എടുത്ത് എന്നെ കാണാൻ അവള് വന്ന് അതും മറന്നു. ബസ്സില്ലേ ഞങ്ങള് കറങ്ങിയത് പോയി 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 പോയി. എന്റെ ബർത്ത്ഡേക്ക് അവള് അതെ, സീനാക്കരുത്. എന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉള്ളത്. പിന്നെ അവളോട് ഞാൻ സംസാരിച്ചതാ. നീ ഈ കൊലത്തിൽ അവളോട് മിണ്ടണം. നിന്നെ ഒറ്റ സംശയത്തോട് ചോദിച്ചാണ്ടാ ഒറ്റ കുതിച്ചുണ്ടല്ലോ. എടാ നിന്റെ മുമ്പിൽ ഞാൻ അവളെ ഫോൺ ചെയ്യാറ്. ആരും ഉപയോഗിച്ചാലും അവിടുത്തെ നീ അവളാണ്. വന്നേ. പോയി പോയി പോയി. ഇന്നത്തെ ദിവസം നിന്റെ എടാ അതെല്ലേ, താക്കോല അതിനകത്ത് വെച്ചോണ്ടാ മരു പോയേക്കുന്നത്. എടുക്കട്ടെ, എടുക്കട്ടെ. ഞാൻ ആരുമില്ല. കേറിക്കോ. കറണ്ടേ ഇപ്പഴത്തെ കറണ്ടേ. വിട്ടോ വിട്ടോ, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. രക്ഷപ്പെട്ടോ, പോടാ. ഇതിലേതാ? അത് സ്റ്റാൻഡാ. ഓ, അടിച്ചോ, വിട്ടോ വിട്ടോ. അടി, പോട്ടെ 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 ഏട്ടാ ഇത് പോട്ടെ. ഏട്ടാ ഇത് സ്റ്റാർട്ടാവുന്നില്ലേട്ടാ. താക്കോൽ ഓണക്കട കവിത പട്ടി. മാറ് 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 മാറിങ്ങോട്ട്. താക്കോൽ സ്റ്റാർട്ടായി. വിട്ടോ വിട്ടോ വിട്ടോ. പിന്നെ ഇതിന്റെ ഗിയർ എങ്ങോട്ടാ? മുമ്പോട്ടാ ബാക്ക്? നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ലേ? വണ്ടി ഓടിക്കാൻ അറിയാം. ഇത് ഹീറോണ്ട ഉപ്പിച്ചു കൊണ്ടാണ് താഴോട്ട് കാലുനാണ് മേളോട്ട് തട്ടിക്കോ. വിട്ടോ 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 വിട്ടോ. ഞാൻ എന്തിനാ കേറി? എനിക്ക് ചാർജ് ചെയ്യാൻ സമയം വരാൻ പറ്റിയല്ല. നിന്നെയൊക്കെ പെണ്ണ് ഉപേക്ഷിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. വണ്ടി വിടറാ, അവന്മാര് വരുന്നുണ്ടാ. പോടാ, ജംഗ്ഷനിലോട്ടാണ് പോകുന്നത്.